ഈ തെരച്ചിലിൽ ഏറ്റവും നിർണായകമായ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ജാക്കി കണ്ട് കിട്ടുന്ന നിമിഷമാണ്. ആ മൊമെന്റ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോഴും നോക്കൂ അല്ലേ, രോമണിച്ചിക്കണം. ആ ദിവസം എങ്ങാനോ ഈ മനുഷ്യൻ്റെ അടുത്ത് നിന്ന് ജാക്കി കിട്ടിയിട്ടില്ലെങ്കിൽ 4 മണിക്ക് വൈകുന്നേരം വാശിപ്പുറത്ത് ഇറക്കുകയാണ്. അതിൻ്റെ മണിക്കൂറുകൾ മുന്നേ DYSP എന്താ പറയണ്ട, ഈശ്വരനെ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ സതീശയിൽ എന്താക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഓടി നടന്നപ്പോൾ സതീശയിൽ ഇറങ്ങി ആകെ 4 മണിയായപ്പോൾ പറയാം അപ്പം ഇറങ്ങിക്കൂടി ഇറങ്ങി 1 മണിക്കൂറുണ്ട് സമയം. 1 മണിക്കൂറുണ്ട് എന്ത് കണ്ടുപിടിക്കാൻ കഴിയാനാ അയാൾ വിചാരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. പക്ഷേ ഈ മനുഷ്യനെ കാണിച്ച അത്ഭുതം ഫസ്റ്റ് മുങ്ങലിൽ തന്നെ ഒരു ഡോറ അടുത്ത് വരുന്നത്. അതുവരെ പുഴയിലൊന്നും ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാർ പിന്നെ തിരുത്തേണ്ടി വന്നു. சொல்லிட்டு അവിടെ വണ്ടിയില്ലെന്ന് சொல்லிட்டு പാപ്പ ഇവർക്ക്. പിന്നെ അവിടെ ജാക്കറ്റ് അണ്ണ പിന്നെ റെഡിയായി. അത് പറയണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലൂടെ ഒരുപാട് മെസ്സേജ് കൊടുത്തിക്കണ്. ഈ അർജുൻ്റെ വിഷയത്തിലൂടെ മൊത്തം ഇന്ത്യക്ക് നമ്മൾ ഒരുപാട് മെസ്സേജ് കൊടുത്തിക്കണ്. ഒരു ഉടമ എങ്ങനെ ഉണ്ടാവണം, ആ ഉടമേൻ്റെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്, തൊഴിലാളിനോട് എന്താണ് അവൻ്റെ സമീപനം ഉണ്ടാവേണ്ടത്. അതേമാതിരി തന്നെ വേറൊരു മെസ്സേജാണ്, വിജയിക്കുമ്പോൾ 1000 ആൾ കൂടെ ഉണ്ടാവും സാറേ. വിജയിക്കുമ്പോൾ 1000 ആൾ കൂടെ ഉണ്ടാവും. ഈ വിജയം എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൻ്റെ കാര്യമാണ്. അതിൻ്റെ പിന്നോട്ടേക്ക് വലിയൊരു ത്യാഗത്തിൻ്റെ സമയമുണ്ട്, പരീക്ഷണത്തിൻ്റെ സമയമുണ്ട്, സങ്കടത്തിൻ്റെ സമയമുണ്ട്, പോരാട്ടത്തിൻ്റെ സമയമുണ്ട്. ഈ പോരാട്ടത്തിന് ഈ മനുഷ്യൻ കൂടെ നിന്നില്ലെങ്കിൽ വട്ടപൂജ. ശരിക്കും ആ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയ നിമിഷമാണ് ഈ തെരച്ചിലിൽ ഏറ്റവും നിർണായകമായ നിമിഷം. ഞങ്ങൾക്ക് പറയാനുള്ള കാരണം നമ്മൾ നേരിട്ട് പറയുമല്ലോ, അതല്ലെങ്കിൽ ഈ ഡ്രഡ്ജർ പോലും അവിടെ എത്താനുള്ള സാധ്യതയില്ല. കണ്ടിപ്പാ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ പിന്നെ വണ്ടി കണ്ട സമയത്ത് കയർ കിട്ടിയല്ല, അപ്പം നമുക്ക് മനസ്സിലായി ഇവിടെ തന്നെ ഉണ്ടെന്ന്. അത് തോണ്ടി മാത്രം കിട്ടും. അത് നമ്മൾ ഇവിടെ വന്ന് ഫ്രഷറാക്കി അത് ഡ്രഡ്ജർ പറഞ്ഞവിടെ. നിങ്ങളറിയാത്ത പല കാര്യങ്ങളുമുണ്ട്. ഈ മനുഷ്യന് 2ാം ഘട്ടത്തിൽ നിന്ന് നമ്മളെ പെട്ടെന്ന് അവിടുന്ന് എന്താക്കുക സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ മനുഷ്യന് ഈ അവിടെ അഭിഷേക് എന്ന് പറഞ്ഞിട്ട് മൂപ്പരെ ഡ്രൈവറുണ്ട് കൂട്ടിയിട്ട് ബാംഗ്ലൂർ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ പോയിട്ട് കണ്ടിക്കണം. ആരും അറിയാത്ത വിഷയങ്ങളാണ് ഈ ഇതെല്ലാം. വിശദമായ പ്രേക്ഷകരോട് പറയാം. എനിക്കൊന്ന് നിങ്ങളിതെല്ലാം കണ്ടതിന് ശേഷം നമുക്കൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം സംസാരിക്കാം. സത്യത്തിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയൻ്റെ മുന്നിലേക്ക് ഇനി അറിയാം, അതുകൊണ്ടാണ് മനാഫിനെ കാണാതിരുന്നത്. പക്ഷേ ഞങ്ങളുടെ പ്രേക്ഷകർ ധാരാളം ആളുകൾ, 1ഉം 2ഉം അല്ല, ആയിരക്കണക്കിന് ആളുകൾ കമൻറ്റ് അയച്ചിട്ട് മനാഫ് എവിടെ. അപ്പോഴാണ് ഞങ്ങൾ ചോദിച്ചത് മനാഫ് വന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ മനാഫിനെ അവിടെ കാണുന്നില്ല. അപ്പോൾ പെട്ടെന്ന് മനാഫിനെ കാണാതെ വരുമ്പോൾ ഒരു വിഷമമുണ്ട്. സ്ഥാനം സത്യത്തിൽ ഒരു മീഡിയൻ്റെ മുന്നിലേ അല്ല വേണ്ടിയത്. ഇതിൻ്റെ കൂടെ രാവും പകലും പ്രവർത്തിച്ച ആൾക്കാരെ കൂടെ ഞാൻ ആ ക്യാമറൻ്റെ മിന്നാമിനിങ്ങിൻ്റെ മുന്നിൽ നിൽക്കാനേക്കാളും സന്തോഷിക്കുന്നത് ഈ സമയത്ത് ഞമ്മക്കും വേണ്ടിയിട്ട് എന്താ ഒരു പാവപ്പെട്ട ഒരുപാട് ആളുകൾ അവിടെ വന്ന ആളുകളുണ്ട്. ഇതിൻ്റെ പേരിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ആളുകളുണ്ട്. ഇതിൻ്റെ പേരിൽ ഒരുപാട് അപമാനിതരായ ആളുകളുണ്ട്. ഓരോ കൂടെ നിൽക്കാനാണ് ഈ ദിവസം ഈ സമയം ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വിശദമായി സംസാരിക്കാം. എങ്കിലും നിങ്ങളുടെ സാന്നിധ്യം പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് തിരക്കിനിടയിൽ വന്നത്. ഈശ്വമാപ്പ് ഇന്നലെ രാത്രി ആംബുലൻസിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആംബുലൻസിൻ്റെ കൂടെ അതൊക്കെ ഒരു ഒരു നിമിത്താണ്. മനുഷ്യന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരേണ്ടത് അത് അർജുൻ തീരുമാനിച്ച വിഷയമാണ്. അത് അങ്ങനെ ആവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് എന്താ പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ആണ്. അർജുൻ അണ്ണക്ക് അറിയൂ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് കാണാനായിട്ട്. അതിലെ അർജുൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ എനിക്കൊരു നിങ്ങളെല്ലാ പ്രാർത്ഥനയിലും എനിക്ക് അതിലെ കൂട്ടത്തിൽ പറഞ്ഞ ഈ മുനപ്പൻ്റെ ഒരു ഉദ്ദേശം നീ അതിലെ പറഞ്ഞ ഈ മനുഷ്യന് കൈ മുറിഞ്ഞിട്ടും ചോര വന്നിട്ടും വെള്ളത്തിൽ നിന്ന് മേലോട്ട് വരുന്ന രംഗമുണ്ട്. വീഡിയോ എപ്പോഴെങ്കിലും സൂം ചെയ്ത് നോക്കിയാൽ മതി. അതെ, 9 നോട്ട് സ്പീഡ് ആയിരുന്നു ആ സമയത്ത്. എനിക്ക് ഈ സന്ദർഭം ഒരു താങ്ക്സ് പറയാനുള്ള ഒരു സന്ദർഭം കൂടി വേണം എനിക്ക്. കാരണം എന്ന് പറഞ്ഞാൽ എൻറ്റയർ കേരള കമ്മ്യൂണിറ്റി നമ്മളെ കൂടെ അത് കട്ടക്ക് നിന്ന്, അതേമാതിരി തന്നെ കേരളത്തിൻ്റെ ഗവൺമെൻറ്, അത് കേരള ഗവൺമെൻറ്റിനെ എത്ര പ്രശംസിച്ചാലും ഒരു സാധാരണക്കാരനെ പോലെ ഞാൻ മുഹമ്മദ് റിയാസ് സാറിനൊക്കെ അവിടെ കണ്ട് പല MLA മാരുണ്ടായി. ഇവിടുത്തെ ആ
കേരള ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാവരും, അതേമാതിരി തന്നെ പ്രതിപക്ഷ നേതാക്കന്മാരും, വി.ഡി. സതീശൻ സാറായിക്കോട്ടെ, കെ.സി. വേണുഗോപാൽ സാറായിക്കോട്ടെ. കെ.സി. വേണുഗോപാൽ സാറിനെ പോലത്തെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മുത്ത് ആളുകൾ. കാരണം എന്ന് പറഞ്ഞാൽ ഓർക്ക് ഇത് ഇവിടുന്നും കേരളത്തിൻ്റെ മേലോട്ട് വളർന്നത്, അതിൻ്റെ ഗുണം കിട്ടുന്നത് കേരളത്തിന് തന്നെയാണ്. അതും തെളിച്ച് പിന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരായിക്കോട്ടെ, ഒരുമിച്ച് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ പ്രവർത്തിച്ചു. അതേമാതിരി തന്നെ രാവും പകലും പ്രവർത്തിച്ച സേവ് അർജുൻ ആക്ഷൻ കമ്മിറ്റി, ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി,